ഹലോ മദേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ എത്തിയിട്ടുണ്ട്, പിന്നെയും ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ വന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് സെൻറ്റൻസിൻ്റെ പ്രാക്ടീസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഉമ്മമാരെല്ലാം അത് പറയുന്ന പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾ എത്രമാത്രം അത് പറയൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടിട്ട് അതിനെ വിട്ടിട്ട് അളക്കിന ഇത് ഭയങ്കര ടഫല്ലോ, ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾക്കൊരു മൂഡില്ല ഇതൊന്നും ചെയ്യാൻ, ഒരിക്കൽ മതിപ്പാ അതവിടെ വെക്കുക, പിന്നെ ഇപ്പം ഇതെല്ലാം ആർക്ക് കഴിയുന്നത്, ഇതൊന്നും ചെയ്യാൻ കഴിയുക എനിക്ക് അങ്ങനെ വിചാരിച്ചിട്ട് അവിടെ സൈഡിലേക്ക് നീക്കിയിട്ട് വെച്ചിനാന്ന് എനിക്കറിയില്ല. സ്റ്റിൽ പിന്നെയും ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു മദേഴ്സ്. പിന്നെയും നിങ്ങളെ ഹെൽപ്പാക്കണം. നിങ്ങൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഉമ്മ ആക്കിയിട്ട് കൊണ്ടുവരണമെന്ന് എനിക്ക് ആശയുള്ളതുകൊണ്ട്, പിന്നെ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പാക്കാം. എനിക്ക് കഴിയുന്ന പോലെ ഞാൻ ഹെൽപ്പാക്കും. അതുകൊണ്ട് പിന്നെ എൻ്റെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് ഇതിൽ കുറച്ചും പ്രാക്ടീസ് തന്നെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ പറയും ഓരോരോ സെൻറ്റൻസ്. നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് ശരിക്കും അത് ചെറിയൊരു മടിയെല്ലാം ഉണ്ടാക്കും. അത് സ്റ്റാർട്ടിങ് അല്ലേ, സ്റ്റാർട്ടിങ് ആകുമ്പോൾ ചെറിയൊരു ബനെല്ലാം ഉണ്ടാവും തുടങ്ങി കിട്ടാൻ. അപ്പോൾ തുടങ്ങിയാൽ പിന്നെ അത് അതിൻ്റെ ഒരു നല്ല ഫ്ലോ കിട്ടും, നമുക്ക് പിന്നെയും പിന്നെയും പറയണം എന്നുള്ള ആ ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് മെല്ലെ തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ ഒരു സെൻറ്റൻസ് ഞാൻ പറയും. ആ സെൻറ്റൻസ് പറഞ്ഞിട്ട് കുറച്ച് സമയം അവിടെ തരും. അപ്പോൾ ഞാൻ പറഞ്ഞ പാട് നിങ്ങൾ പറയണം. അതിന് ശേഷം പിന്നെയും ഞാൻ പറയും, എന്നിട്ടപ്പോൾ നിങ്ങൾ പറയണം അതിന് ശേഷം. അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ആക്കിയിട്ട് അതിനെ നമുക്ക് ആദ്യം മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. ആ ഫസ്റ്റത്തെ പറച്ചിൽ നമ്മൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തേൽ അതൊരു ഇംഗ്ലീഷ് ഭാഷയല്ലേ, നമുക്ക് പരിചയമില്ലാത്തൊരു ഭാഷ, നമ്മളിപ്പം പറയുന്ന മുണ്ടിക്കൊണ്ടിരിക്കുന്ന ഭാഷയല്ല. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കി സെൻറ്റൻസിന് പകരം ആ സെൻറ്റൻസിന് തന്നെ ഒന്ന് തറവാക്കുക. അല്ലെങ്കിൽ ഞാൻ വെറുതെ വീഡിയോ ഇട്ടുകൊണ്ട് പോകുന്നതിന് ഒരർത്ഥമില്ല. കുറേ സെൻറ്റൻസ് ഞാൻ പറയാൻ വിചാരിച്ചതിന് പെട്ടെന്ന് ഞാൻ വീഡിയോ അടുക്കന്നെ നിർത്തി. ഒരു 30 മിനിറ്റെല്ലാം ആകുമ്പോൾക്ക് വീഡിയോ കുറേ ലെങ്തി ആയി. അപ്പോൾ ഇൻട്രസ്റ്റും ഉണ്ടായില്ല നോക്കാൻ. അതുകൊണ്ട് ഞാൻ അടുക്കന്നെ ആ വീഡിയോ സ്റ്റോപ്പാക്കി. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് പ്രാക്ടീസ് ആക്കിയിട്ട് അത് നല്ല പാങ്ങിൽ പഠിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സെൻറ്റൻസിൽ പോയെങ്കാ. അപ്പോൾ നമുക്ക് തുടങ്ങാം. It's raining. It's raining. It's raining. It's raining. It's raining. Who told you? 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 Have you done or not? 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 Where is the phone? Where is the phone?
Where is the phone? Where is the phone? Where is the phone? Where is the phone? Where is the phone? Listen to me. 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 Drink this up. 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 Don't waste your time. 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 Come close to me. 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 അതിൻ്റെ ഒന്നിച്ച് അർത്ഥവും മനസ്സിലാക്കണം. ഓക്കെ, എന്നെങ്കിൽ എളുപ്പമായിരിക്കും. പ്രാക്ടീസ് വിത്ത് മീ. യു മൈറ്റ് ഫോൾ ഡൗൺ. അർത്ഥം മനസ്സിലായിക്കോ? യു മൈറ്റ് fall down. You might fall down. You might fall down. You might fall down. What's your problem? 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 I have no problem. We are learning and practicing English. You are lazy. നമ്മൾ lazy ഒന്നുമല്ല. You are lazy. We are very active in learning and practicing English. You are lazy. You are lazy. നമ്മല്ല. Make it fast. 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 നമുക്കും അങ്ങനെ തന്നെ വിചാരിക്കുന്നത് പെട്ടെന്ന് ആയെങ്കിൽ ഇംഗ്ലീഷ് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് കിട്ടിയാൽ മതി. Show me your notebook. Show me your notebook. Show me your notebook. ചിലർക്ക് നമുക്കും ഒരു നോട്ട്ബുക്ക് വേണം. എന്തെങ്കിലും നമ്മൾ പഠിച്ചതെല്ലാം ഇതൊന്ന് എഴുതിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നോട്ട്ബുക്കിൻ്റെ ആവശ്യമുണ്ട്. Show me your notebook. നിന്റെ നോട്ട്ബുക്ക് കാണിക്കും. Speak loudly. വെച്ചുമുണ്ട്, അന്നെങ്കിൽ നമുക്ക് കേൾക്കും. വെച്ചുമുണ്ട്. Speak loudly.
സ്പീക്ക് ലൗഡ്ലി. പ്രാക്ടീസ് ചെയ്യണോ എൻ്റെ ഒന്നിച്ച്? ഞാൻ ബോളത്തിയാണൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ആയിപ്പോണ്ട. യു ഹാവ് ടു പ്രാക്ടീസ് വിത്ത് മീ. ഓക്കെ? സ്പീക്ക് ലൗഡ്ലി. നല്ല ഇൻട്രസ്റ്റും വേണം പഠിക്കാൻ. റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതിക്കോ. ഇത് എഴുതിക്കോ. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇന്ന് നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ എഴുതിക്കോ നോട്ട്ബുക്കിൽ. റൈറ്റ് ഇറ്റ് ഡൗൺ. റൈറ്റ് ഇറ്റ് ഡൗൺ. റൈറ്റ് ഇറ്റ് ഡൗൺ. പ്രാക്ടീസ് ആക്കുമ്പോൾ നമുക്ക് എളുപ്പമാവും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായ? പ്രാക്ടീസ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എളുപ്പമാവും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായ? അതങ്ങനെയാണ്. നല്ലോണം പ്രാക്ടീസ് ആക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Put your books in your bag. സമയം കഴിഞ്ഞേ നമുക്കിപ്പോൾ അപ്പം ചുടാൻ, ചോറ് വെക്കാൻ, കറി വെക്കാൻ എല്ലാം പോകണം. Put your books in your bag. Put your books in your bag. Put your books in your bag. Put your things properly. Put your things properly. Put your things properly. ഇത് തറോ ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. Put your things properly. അല്ലാണ്ട് ഞാൻ വെറുതെ ക്ലാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ വേറെ വേറെ കുറേ സെൻറ്റൻസ് പറയുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Put your things properly. എല്ലാം നേരെ വെക്ക്, സാധനമെല്ലാം നേരെ വെക്ക്. Put your things properly. Put your things properly. പറയണം. ഞാൻ പറയുമ്പോൾ എൻ്റെ ഒന്നിച്ച് പറയണം. അപ്പം നല്ല പാങ്ങുണ്ടാവും പഠിക്കാൻ. Don't drink cold water. ഇപ്പം മഴക്കാലം അല്ലേ. Don't drink cold water. I have a cold. എനിക്ക് ജലദോഷമുണ്ട്. ശരിക്കും ഇപ്പം എനിക്ക് ജലദോഷമുണ്ട്. Don't drink cold water. തണുത്ത വെള്ളം കുടിക്കണ്ട. Don't drink cold water. Don't go outside. It's raining. പുറത്ത് പോകണ്ട, അത് മഴ പെയ്യുന്നുണ്ട്. Don't go outside. It's raining. Don't go outside. It's raining. Don't go outside. It's raining. Don't go outside. പാട്ട് പോലെ ആക്കിയിട്ട് പഠിച്ചങ്ങനെ മതി. Get ready for school. സ്കൂളിൽ പോകാൻ തയ്യാറാവ്. Get ready for school. Get ready for school. പാട്ടാക്കിയിട്ട് പഠിച്ചെങ്കിൽ മതി. ആ സംഭവം എന്തെന്നും അതിൻ്റെ അർത്ഥം എന്തെന്നും മണ്ടയിൽ കയറിയെങ്കിൽ ചറ പറന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയാം. Get ready for school. Get ready for school. Get ready for school. Get up. It's 7 a.m. ആരോടും പറയാം, എല്ലാ മക്കളോടും നമുക്ക് പറയാം. Get up. It's 7 a.m. 7 മണിയായി എണീക്ക്. Get up. It's 7 a.m. എങ്ങനത്തെ മോഡലിൽ വേണമെങ്കിൽ പാടിയിട്ടോ എങ്ങനെ വേണമെങ്കിൽ പഠിച്ചോ. ആ സംഭവം എന്തെന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ അർത്ഥം അറിഞ്ഞെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. Go and play outside. പോയിട്ട് പുറത്ത് കളിക്ക്. Go and play outside.
Go and play outside. Go and play outside. കുറച്ച് ഫാസ്റ്റ് ആക്കണം. ഫസ്റ്റത്തെ 2-3 പ്രാവശ്യം സ്ലോയിൽ പറയും, പ്രാക്ടീസ് ഇല്ലല്ലോ. പിന്നെ ചടപടാന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് പറയണം. Go and play outside. Go to bed. It's very late. കുറേ ബൈത് പോയിട്ട് കിടന്ന് ഉറങ്ങ്. Go to bed. It's very late. Go to bed. It's very late. Go to bed. It's very late. Hold my hand. This place is crowded. ഈ സ്ഥലം ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമാണ്. എൻ്റെ കൈ പിടിച്ചോ. കാണാനായി പോകണ്ട. കാണാനായി പിന്നെ ഞാൻ ഒറ്റക്ക് തന്നെ പെരക്കേണ്ടി വരും. Hold my hand. എൻ്റെ കൈ പിടിക്ക്. This place is crowded. Hold my hand. This place is crowded. Do you know this? നിങ്ങൾക്കറിയോ ഇത്? എൻ്റെ ഒന്നിച്ച് പറയണം. Do you know this? നിങ്ങൾക്കറിയോ ഇത്? ഇത് നിങ്ങൾക്കറിയോ? Do you know this? Do you know this? അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ മതി. പ്രാക്ടീസായിട്ട് അതെന്ത് സംഭവമെന്ന് തലയിൽ കയറിയാൽ മതി. Do you know this? ഇത് നിങ്ങൾക്കറിയോ? I don't know. എനിക്കറിയില്ല. എനിക്കറിയില്ല. അതെല്ലാവർക്കും ഈസി ഉള്ളൊരു സംഭവമാണ്. എന്ത് പറയുമ്പോൾ I don't know. I don't know. എനിക്കറിയില്ല. I don't know. എനിക്കറിയില്ലപ്പ. എനിക്കറിയില്ല. I don't know. I don't know. My dear mothers, നിങ്ങൾ പ്രാക്ടീസ് ആക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോന്നു. Why are you not answering? നിങ്ങൾ എന്തപ്പോൾ ആൻസർ ചെയ്യാത്ത? താഴെ കമൻറ്റ് ബോക്സ് ഇല്ലേ, അതിൽ ആൻസർ താങ്ക്. പ്ലീസ് മൈ ഡിയർ മദേഴ്സ്, പ്ലീസ് ആൻസർ മീ ഇൻ ദ കമൻറ്റ് ബോക്സ്. പ്ലീസ് ലെറ്റ് മീ നോ. പ്രാക്ടീസ് ചെയ്ത ആൾ ചെയ്തെന്ന് പറഞ്ഞോ, ചെയ്തില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞോ. ഇപ്പോൾ നോക്കുന്നുള്ള വീഡിയോ കണ്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അതും പറഞ്ഞോ. വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങൾക്ക് എന്തായി? വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങൾക്ക് എന്തായി? എന്തായി നിങ്ങൾക്ക്? വാട്ട് ഹാപ്പൻ ടു യു? What happened to you? What happened to you? അർത്ഥത്തോടെ തന്നെ മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ആക്കിക്കോ. What did you eat today? ഇന്ന് നീ എന്ത് തിന്നത്? ആക്ച്വലി ഇന്ന് സൺഡേ. We had function and we went to function. What did you eat today? I had some good food today. Did you have breakfast? ചായ കുടിച്ചോ? Did you have breakfast? Did you have breakfast? Did you have breakfast? ചായ കുടിക്കാത്ത ആളെല്ലാം പോയിട്ട് ചായ കുടിച്ചോ, അല്ലെങ്കിൽ പയിച്ചോ, ക്ഷീണം വരും. ആർ യു ഹംഗ്രി? അതല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. പയിച്ചോ, പയിച്ചിട്ടുണ്ടാന്ന് ഇപ്പം ചോദിക്കുന്നു. ആർ യു ഹംഗ്രി? പയിക്കുന്ന. ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? പ്രാക്ടീസ് ചെയ്തോ, അർത്ഥം അറിഞ്ഞിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തോ. നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും, ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. അങ്കം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായെങ്കിലും കഴിയും. ആർ യു തേഴ്സ്റ്റി? തായ്ക്കുന്ന.
Are you thirsty? All my mothers are very good. Are you thirsty? പൈക്കുന്ന. സോറി, ഞാൻ പറഞ്ഞത് പൈക്കുന്ന. നോ, തേഴ്സ്ഡേ തായ്ക്കുന്ന. ഓക്കെ. ആർ യുവർ ഹാൻഡ്സ് ഡേർട്ടി? നിൻ്റെ കൈ ഇച്ചിണ്ടാ, പൊട്ടാ? ആർ യുവർ ഹാൻഡ്സ് ഡേർട്ടി? ഇതെല്ലാം നമ്മളെ മക്കളോട്, ചെറിയ പിള്ളേരോട് മിണ്ടുന്നതാണ്. ആർ യുവർ ഹാൻഡ്സ് ഡേർട്ടി? Are your hands dirty? Wash your hands. Wash your hands. Kayo. Wash your hands. 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 Stand still. Don't move. Stand still. Don't move. Stand still. Don't move. അനങ്ങണ്ട. അങ്ങനെ നിൽക്കുക. Stand still. Don't move. അനങ്ങാണ്ട് അങ്ങനെ നിൽക്കുക. Taste this cake. ഇതൊന്ന് ടേസ്റ്റ് ആക്കോ ഈ കേക്ക്. Taste this cake. Taste this cake. Taste this cake. Taste this cake. We will play in the evening. Okay? നമുക്ക് വൈകുന്നേരം കളിക്കാം. We will play in the evening. We will play in the evening. വൈകുന്നേരം നമുക്ക് കളിക്കാം. അർത്ഥം അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ആക്കിക്കോ. റിസൾട്ട് ഉറപ്പ്. I guarantee you that the result will be very, very. So, my dear, my beloved parents, my beloved mothers, ഏറ്റവും ഈസി ആയിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തും അറിയാത്ത ഉമ്മമാർക്ക് പോലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈസി. ഓക്കെ, ഇതിൽ ഫുള്ള് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ആക്കിയിട്ട് തറോ ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സെൻറ്റൻസിൽ പോവാം. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതിയിട്ട് വിട്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ ഞാനിടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം ഞാൻ ഇത്രയും വായി തുറന്നിട്ട് പറഞ്ഞ് ലാഭമുള്ളത് അങ്കാണ് പ്രാക്ടീസാണത്. നല്ലോണം അങ്ക് പ്രാക്ടീസാവും, എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണ്ടാവും. ആസ വെക്കണ്ട, എനിക്ക് ഇംഗ്ലീഷ് മുണ്ടണം എന്നുള്ള ആസ അൾക്കിക്കോ. If you are ready to work hard with me, നമുക്ക് ഒന്നിച്ച് പഠിക്കുക, ഒന്നിച്ച് മുമ്പോട്ട് പോവാം. If you are ready to work hard with me, the success is sure. I guarantee you that the success is waiting for us. Come on everybody, let's learn, practice. മുണ്ടാതെ അവിടെ ഇരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുണ്ടാതെ അവിടെ നിന്നെങ്കിൽ ആ കുറച്ച് അറിയുന്നത് പോലും മറന്നിട്ട് പോവും.
പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ എപ്പം കൊണ്ടുവന്ന ഭാഷ മറക്കണം എന്നല്ല, നമ്മളെ മലയാളം നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക് വരും നമ്മളെ വായിൽ. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഒരു ഗസ്റ്റ് ലാംഗ്വേജ് അല്ലേ, നമുക്കറിയാത്തൊരു ഭാഷയല്ലേ. അതുകൊണ്ട് അതിനെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം, നമ്മൾ ഒന്ന് പരിഗണിച്ചിട്ട് നമുക്ക് അതിന് വേണ്ട രീതിയിൽ അതിനെ ഒന്ന് നമ്മളെ ഇതിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പഠിച്ചിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ജയിക്കണം. നമ്മൾ എന്തായാലും പഠിക്കും, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. ഇംഗ്ലീഷ് ഭാഷേൻ്റെ ഇമ്പോർട്ടൻസ് ഈ കാലത്ത് എത്രയുണ്ട് എന്ന് നമുക്കറിയുന്നില്ലേ. എവിടെ പോയാലും ഇംഗ്ലീഷ് ഇല്ലാത്തൊരു സംഭവമില്ല. നമുക്ക് ഇങ്ങനെ പറയാനും കഴിയ, നമുക്ക് പണി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ഇല്ലാത്ത സ്ഥലത്ത് പോയി പണിയെടുക്കും, അങ്ങനെ പറയാനേ കഴിയ. ഇംഗ്ലീഷാണ് ഫസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നമുക്കൊന്നിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല വേറൊരു ടോപ്പിക്ക്, കമൻറ്റ് ബോക്സിനനുസരിച്ചിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ വേറെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരും. ബൈ.